സ്റ്റാലിൻ്റെ DMK തലയും കുത്തി താഴെ വീണു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക്, അദ്ദേഹത്തിൻ്റെ മകന് ഏറ്റ പ്രഹരം ഭയങ്കരവും അഗാധവുമായിരുന്നു. കാര്യം എന്തെന്നറിയണ്ടേ? സ്റ്റാലിൻ വലിയൊരു മതേതരവാദിയായി, പുരോഗമനവാദിയായി ചമയാനുള്ളൊരു ശ്രമം തിരുപ്പുറം കുണ്ട്രത്തിൽ ദീപം തെളിയിക്കാനുള്ള ഹൈന്ദവ സംഘടനകളുടെ, ഹിന്ദു വിശ്വാസികളുടെ, മുരുകഭക്തന്മാരുടെ ആഗ്രഹം മാനിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി അതിന് അനുവാദം നൽകി. അപ്രകാരം ഉത്തരവിട്ട ജസ്റ്റിസ് സ്വാമിനാഥനെതിരെ ഇംപീച്ച്മെന്റ് നടപടിയുമായി സ്റ്റാലിനും അദ്ദേഹത്തിന്റെ അനുയായികളും മുന്നോട്ട് വന്നു. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം മദ്രാസിലെ ജഡ്ജിമാരുടെ ഭാഗത്തു നിന്ന് പോലും, സുപ്രീം കോടതിയിൽ നിന്നുമൊക്കെ വിരമിച്ച ജഡ്ജിമാർ സംഘടിതരായി മുന്നോട്ട് വന്നു. അതിനെതിരെ വലിയ പ്രതിഷേധവും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടത്തുകയുണ്ടായി. ഏതായാലും സ്റ്റാലിന് ലഭ്യനായി അവിടെ ദീപം തെളിയിച്ചു. ഹിന്ദു വികാരങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. മറ്റ് ചില ന്യൂനപക്ഷ വോട്ടിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു സ്റ്റാലിൻ്റെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ. ഇതൊക്കെ നടത്തുന്നത് തൻ്റെ മകൻ സൃഷ്ടിച്ച മറ്റൊരു വലിയ സാഹചര്യത്തിലായിരുന്നു. അതായത് 2023 ഇദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, അദ്ദേഹം ഉപമുഖ്യമന്ത്രി കൂടെയാണ്. അദ്ദേഹം പറഞ്ഞു, സനാതന ധർമ്മം എന്ന് പറയുന്നത് കൊറോണ പോലെ, ഡെങ്കി പോലെ വെറും തുടച്ചു മാറ്റേണ്ട, തൂത്തെറിയേണ്ട രോഗങ്ങളാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. അതും ഹൈന്ദവ മനസ്സാക്ഷിയെ വല്ലാതെ മുറിവേൽപ്പിച്ച പ്രസ്താവനകളായിരുന്നു. തമിഴ്നാടെന്ന് പറയുന്ന ഒരു ആധ്യാത്മികതയുടെ നാടാണ്. തിരുവള്ളുവരുടെ അത്യുഗ്രമായ ഉജ്ജ്വലമായൊരു പ്രതിമയും കന്യാകുമാരിയിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയുടെ അടുത്ത് തന്നെ സ്ഥാപിച്ചതും ഒക്കെ അതിനെ തമിഴ്നാട്ടിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്താണ്. അങ്ങനെ ആധ്യാത്മികതയുടെ അത്യുംഗ ശൃംഖത്തിൽ നിൽക്കുന്ന തമിഴ്നാട്ടിലെ ജനങ്ങളോടാണ് ഈ പഹയൻ പറയുന്നത് സനാതനധർമ്മത്തെ മാരക രോഗമെന്ന് കണക്കാക്കി തൂത്തെറിയണമെന്നും. അവനൊരു വിവരവുമില്ല, തന്തയ്ക്കും വിവരമില്ല, മോനും വിവരമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴെന്ത് സംഭവിച്ചു? ഈ തന്തയും മോന്റെയും ധാർഷ്ട്യത്തെ, അഹങ്കാരത്തെ, നിരീശ്വരവാദത്തെ, സനാതനധർമ്മത്തെ നിഷേധിക്കുന്ന പ്രവണതയെ ഇതാ തമിഴ്നാട് ജനങ്ങൾ തുടച്ചു നീക്കിയിരിക്കുന്നു. ഇപ്പൊ സ്റ്റാലിനും അവന്റെ മോനും അവന്റെ DMKയുമാണ് മാരക രോഗമെന്ന് തമിഴ്നാട് ജനത മനസ്സിലാക്കി ഇവനെ രണ്ടെണ്ണത്തിനെയും ഇവന്റെ പാർട്ടിയെയും തുടച്ചു നീക്കിയിരിക്കുന്നു. സന്തോഷം, മുരുകാ, വിജയിച്ചാലും.